വയനാട് പ്രകൃതി തൻ്റെ പച്ചപ്പ് കൊണ്ട് കവിത എഴുതിയ മണ്ണ്. ഈ കുന്നുകൾക്കും താഴ്വരകൾക്കും പറയാൻ നൂറ്റാണ്ടുകളുടെ പോരാട്ടത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും കഥകളുണ്ട്. വെറുമൊരു ഭൂപ്രദേശമല്ലിത്, മറിച്ച് സംസ്കാരങ്ങളുടെ ഒരു വലിയ സംഗമഭൂമിയാണ്. ഇവിടെ ഇന്ന് നടക്കുന്നത് നമ്മുടെ പാരമ്പര്യമായി നടക്കുന്ന കൃഷി എടുപ്പാണ്, വിളവെടുപ്പാണ്. അതിന് നമ്മളിപ്പോൾ കൊയ്ത്തുത്സവം എന്ന പേരിലാണ് പറയപ്പെടുന്നത്. ആ കൊയ്ത്തുത്സവമാണ് ഇന്ന് നടക്കുന്നത്. നമ്മുടെ തറവാടിൻ്റെ കീഴിലുള്ള എല്ലാവരും പ്രായ വ്യത്യാസമന്യേ എല്ലാവരും കൂടി കൃഷി ഇറക്കി ഇന്ന് കൃഷി കൊയ്യുന്ന ദിവസമാണ്. കൊയ്ത്തുത്സവത്തിന് എല്ലാവരും പങ്കെടുത്ത് നമ്മൾ കൃഷിയെടുത്ത് മറ്റു കാര്യങ്ങളും തറവാടിൻ്റെ എല്ലാ കാര്യത്തിനും വേണ്ടി ഉപയോഗിക്കാനാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. പാരമ്പര്യമായ ജൈവ കൃഷിയും പാരമ്പര്യമായ നെൽവിത്തുമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. നമ്മൾ കാലാകാലങ്ങളായി എടുക്കുന്ന വെളിയൽ മാത്രമാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. പണ്ട് കാലത്ത് 6-7 ഇനങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ഈ കാലാവസ്ഥയും പിന്നെ പണിക്കാർ കിട്ടാത്തത് കൊണ്ടും നമ്മൾ ഒറ്റ വിത്താക്കി ഒറ്റ ഇടുക്കി തീർക്കാനുള്ള പരിപാടിയാണ്. മാനന്തവാടിക്കടുത്ത് വാളാട് എന്ന ഗ്രാമത്തിൻ്റെ ശാന്തതയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ അവിടെ കാലം തെറ്റിക്കാത്ത ഒരു താളമുണ്ട്. അത് എടത്തന എന്ന മഹാതറവാടിൻ്റെ ഹൃദയമിടിപ്പാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കുറിച്യ തറവാടുകളിലൊന്ന്. 100-ലധികം മനുഷ്യർ ഒരേ മേൽക്കൂരയ്ക്ക് താഴെ ഒരേ സ്നേഹത്തിൽ ഒരേ ആചാരങ്ങളിൽ ഇന്നും ജീവിക്കുന്ന അത്ഭുതം. ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന ഈ തറവാടിന് പഴശ്ശിരാജയുടെ കാലത്തോളം പഴക്കമുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ പഴശ്ശിയുടെ വിശ്വസ്തരായ പടയാളികളായിരുന്നു കുറിച്യർ. അന്ന് അവർ കാടുകളിൽ ഒളിപ്പോര് നടത്തുമ്പോൾ അവർക്ക് കരുത്തായത് ഇത്തരം തറവാടുകളിലെ ഐക്യമായിരുന്നു. കാലം മാറി, രാജാക്കന്മാരും സാമ്രാജ്യത്വവും പോയി. പക്ഷേ എടത്തന തറവാട്ടിലെ ആ പഴയ കൂട്ടായ്മയ്ക്ക് ഇന്നും മാറ്റമില്ല. ഇവിടുത്തെ കാരണവർ കേവലം ഒരു കുടുംബനാഥനല്ല, മറിച്ച് ഈ വലിയ ഗോത്രത്തിൻ്റെ വഴികാട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കിന് മുകളിൽ ഇവിടെ മറ്റൊരു നിയമവുമില്ല. ജനാധിപത്യവും ആധുനികതയും പുറം ലോകത്ത് ചർച്ചയാകുമ്പോഴും എടത്തരക്കാർ പാരമ്പര്യത്തിൻ്റെ ഈ തണലിൽ സുരക്ഷിതരാണ്. ചിങ്ങമാസത്തിലെ വിത കഴിഞ്ഞ് കതിരുകൾ വിളഞ്ഞു നിൽക്കുന്ന ഈ വൃശ്ചിക മാസത്തിലാണ് എടത്തനയിൽ ഉത്സവമുണരുന്നത്. തറവാട്ടിലെ അംഗങ്ങളെല്ലാം ഇന്ന് വയലിലാണ്. യന്ത്രങ്ങളോ ആധുനിക സാങ്കേതിക വിദ്യകളോ ഇവിടെ പ്രവേശനമില്ല. മനുഷ്യ കൈകൾ കൊണ്ട് ഓരോ കതിരും കൊയ്തെടുക്കുന്ന പവിത്രമായ ചടങ്ങ് കാരണവർ ആദ്യത്തെ കതിർ കൊയ്യുന്നതോടെ തുടക്കമാവുകയായി. നമ്മൾ ജൈവ കൃഷിയാണ്. ജൈവ കൃഷിയിൽ നമുക്ക് സ്വാമിനാഥൻ ഫൗണ്ടേഷൻ്റെ 2014-ലും 2016-ലും 2018-ലും ഉള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ പഞ്ചായത്തിൻ്റെതും കിട്ടിയിട്ടുണ്ട്. നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. കൃഷിക്ക് പ്രോത്സാഹനം കൊടുക്കണം നമ്മുടെ സർക്കാർ. ഇപ്പോൾ കൃഷിമേഖല മുഴുവനും കൃഷിമേഖലയിൽ നിന്നും ഇന്ന് ഇപ്പോഴത്തെ പുതിയ തലമുറകളെല്ലാം പൊഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ കൃഷിയാണ് നമ്മുടെ നാടിൻ്റെ നട്ടെല്ല് എന്ന് സർക്കാരും എല്ലാവരും പറയുന്നുണ്ടെങ്കിലും കൃഷിക്ക് യാതൊരു അടിസ്ഥാനപരമായ ഒരു ഇത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് പോരാ. നമുക്ക് പറയാനുള്ളത് അതിൻ്റെ ഉദാഹരണമായിട്ട് പറയാം, ഇവിടെ കാലാവസ്ഥ നമുക്കിപ്പോൾ എതിരാണ്. അപ്പോൾ കാലാവസ്ഥ അതിന് വ്യതിച്ചെടുക്കാൻ വലിയൊരു ഒക്കലക്കളമുണ്ട് ഇവിടെ. അത് ഈ കാലാവസ്ഥയ്ക്ക് അനുകൂലമായത് അത് നമ്മുടെ ഒരു കോൺക്രീറ്റിന് പഞ്ചായത്തിലെല്ലാം കൊടുത്തിട്ട് 3-4 പ്രാവശ്യം അളന്നു പോയി എന്നല്ലാതെ നമുക്കതൊരു കോൺക്രീറ്റ് ചെയ്തു തരാൻ വരെ നമ്മുടെ ഭരണാധികാരികൾ നമുക്ക് ചെയ്തു തരുന്നില്ല. കൃഷി നടക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ കൃഷിക്കാരന് പരമാവധി സബ്സിഡി കൊടുത്തുകൊണ്ട് ഈ പഴയ നെൽകൃഷിയും പഴയ കൃഷികളെയും പ്രോത്സാഹിപ്പിക്കണം എന്ന് മാത്രമാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ കൃഷിഭവനിൽ നിന്നുള്ള ആനുകൂല്യം കിട്ടുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ സർക്കാർ ലെവലിൽ പെടുത്തിക്കൊണ്ട് പിന്നെ ജനപ്രതിനിധികളെയും കൃഷി ഓഫീസറൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. വയനാടിൻ്റെ തനത് വിത്തുകളെ
നെഞ്ചോട് ചേർത്തു പിടിക്കുന്ന ഈ മനുഷ്യർ ആധുനിക കൃഷിരീതികളെക്കാൾ വിശ്വസിക്കുന്നത് തങ്ങളുടെ പാരമ്പര്യത്തെയാണ്. ലോകം ഒരു ഗ്രാമമായി ചുരുങ്ങുമ്പോഴും കുടുംബബന്ധങ്ങൾ ഇഴപിരിഞ്ഞു പോകുമ്പോഴും എടത്തന ഒരു വലിയ പാഠപുസ്തകമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. വ്യക്തിയേക്കാൾ വലുത് സമൂഹമെന്നും ലാഭത്തേക്കാൾ വലുതാണ് സഹവർത്തിത്വമെന്നും ഇവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുതുതലമുറയിലെ കുട്ടികൾ സ്കൂളിൽ നിന്നും വന്ന് പാടത്തും പറമ്പിലും തറവാട്ടുമുറ്റത്തും ഒരുമിച്ച് വളരുന്നു. ഈ മണ്ണും ഈ വിത്തുകളും ഈ മനുഷ്യരും നിലനിൽക്കുന്നിടത്തോളം കാലം എടത്തന തറവാടിൻ്റെ പെരുമയ്ക്ക് മങ്ങലേൽക്കില്ല. ചരിത്രത്തിൽ നിന്ന് വർത്തമാനത്തിലേക്കും അവിടെ നിന്ന് ഭാവിയിലേക്കും ഈ പാരമ്പര്യം ഒഴുകിക്കൊണ്ടിരിക്കും. വയനാടിൻ്റെ പച്ചപ്പും എടത്തനക്കാരുടെ സ്നേഹവും ഇനിയും തലമുറകൾക്ക് വഴികാട്ടിയാകട്ടെ.